BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മൂന്നാമത് അറബ് ഉച്ചകോടിയുടെ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഇൻഫർമേഷൻ മന്ത്രി റംസാൻ ബിൻ അബ്ദുള്ള അൻവൈമിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അഹമ്മദ് രാജാവിന്റെ മീഡിയ ഉപദേഷ്ടാവ് നബീൽ ബിൻ യാബൂബ് അൽ ഹമറിന്റെ സാന്നിധ്യത്തിൽ ഡിപ്ലോമാറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഉച്ചകോടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മീഡിയ പ്രവർത്തകരും അതിഥികളും സന്നിഹിതരായിരുന്നു. സുപ്രധാനമായ അറബ് ഉച്ചകോടി ബഹ്റൈനിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ച അദ്ദേഹം രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും കാഴ്ചപ്പാടുകളും നയനിലപാടുകളുടെയും കർമ്മസാക്ഷ്യം കൂടിയാണിതെന്നും വ്യക്തമാക്കി. അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കാനും വിവിധ വിഷയങ്ങളിൽ ഐക്യരൂപ നിലപാട് രൂപപ്പെടുത്താനും ഉച്ചകോടിക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. 33ാമത് അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പ്രധാന റോഡുകളിലും ഹൈവേകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ബുധനും വ്യാഴവും നിയന്ത്രണമുണ്ടാകും. ചില റോഡുകളിലെ ഗതാഗതം വഴി തിരിച്ചുവിടും. പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനാണ് ചില സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. നിയന്ത്രണങ്ങൾ രാവിലെയും വൈകുന്നേരവും ഉണ്ടാവും. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് സലാഖ്, സക്കീർ പാലസ്, റൗണ്ട് എംബോർഡ് എന്നിവിടങ്ങളിലേക്കും നിയന്ത്രണമുണ്ടാകും. ഗതാഗതം സുഗമമാക്കാനായി നൽകിയിട്ടുള്ള ബദൽ റൂട്ടുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഞണ്ട് പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കാൻ തീരുമാനിച്ചതായി പരിസ്ഥിതികാര്യ സുപ്രീം കൗൺസിലിന് കീഴിലെ സമുദ്ര സമ്പദ് വിഭാഗം അതോറിറ്റി അറിയിച്ചു. മാർച്ച് 15-ന് 2 മാസത്തേക്ക് ഏർപ്പെടുത്തിയ നിരോധനമാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചത്. പ്രചരണകാലം കണക്കാക്കിയാണ് ഞണ്ടുപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ സമുദ്ര സമ്പദ് വ്യവസ്ഥ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികളോട് പൂർണ്ണ അർത്ഥത്തിൽ സഹകരിക്കണമെന്നും അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അനുചിതമായ ഫോട്ടോകളും വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു കൊടുത്ത ഏഷ്യക്കാരനെ അറസ്റ്റ് ചെയ്തു. സ്ത്രീ എന്ന വ്യാജേനയാണ് ഇയാൾ നിരവധി അക്കൗണ്ടുകളിലൂടെ ചാറ്റ് ചെയ്തിരുന്നത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് രക്ഷിതാക്കളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അന്വേഷണത്തിൽ ഏഷ്യക്കാരനായ പ്രതിയെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇയാൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മേൽനോട്ടമില്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുകയും വ്യാജ അക്കൗണ്ടുകളാൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഡയറക്ടറേറ്റിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സൈബർ ക്രൈം യൂണിറ്റ് രക്ഷിതാക്കളോട് നിർദ്ദേശിച്ചു. സംശയം തോന്നിയാൽ അധികൃതരുമായി 33523300 എന്ന നമ്പറിൽ വിളിച്ചോ cpcu@interior.gov.bh എന്ന വിലാസത്തിൽ ഇമെയിൽ അയച്ചോ ബന്ധപ്പെടാവുന്നതാണ്. ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബിനെയും സഹധർമ്മിണി സുൽഫത്തിനെയും പടവ് കുടുംബവേദി ആദരിച്ചു. പടവ് രക്ഷാധികാരി ഷംസ് കൊച്ചിൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു. പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ KT സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ എബ്രഹാം ജോൺ, സാമൂഹിക പ്രവർത്തകരായ ഗഫൂർ കൈപ്പമംഗലം, രാജീവ് വെള്ളിക്കോത്ത്, നാസർ മഞ്ചേരി, മുരളീകൃഷ്ണൻ, മനഃശാസ്ത്ര വിദഗ്ധൻ ഫാസിൽ താമരശ്ശേരി, ഷിബു ചെറുതുരുത്തി, ജെയ്സ് ട്രാവൽസ് സെക്രട്ടറി മുസ്തഫ പട്ടാമ്പി, രക്ഷാധികാരി ഉമ്മർ പാനായിക്കുളം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഷാദ് മഞ്ഞപ്പാറ, ഷിബു പത്തനംതിട്ട, അഷ്റഫ് ഓൺസ്പോർട്ട്, സക്കീർ ആലുവ, റസിൻ ഖാൻ, മണികണ്ഠൻ, സലീം തയ്യിൽ, അബ്ദുൾ ബാരി, മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു. നജീബ് തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ യാതനകൾ സദസ്സുമായി പങ്കുവച്ചു. മുഴുവൻ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. നിദാൽ ഷംസ്, ബൈജു മാത്യു, ഹുസൈൻ എന്നിവരുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. പരിപാടിക്ക് കൊയ്വിള കുഞ്ഞു മുഹമ്മദ് നന്ദി പ്രകാശിപ്പിച്ചു. അൽനൂർ ഇന്റർനാഷണൽ സ്കൂളിന് CBSE 10-12 പരീക്ഷകളിൽ 100% വിജയം. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും സ്കൂൾ ചെയർമാൻ അലി ഹസൻ അഭിനന്ദിച്ചു. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾ മികച്ച വിജയം നേടിയത് അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച വിജയം കരസ്ഥമാക്കുന്നതിൽ വിദ്യാർത്ഥികളുടെ പരിശ്രമത്തെ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മഷൂദ് അഭിനന്ദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്കീം അൽ ഷായറും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഫലത്തിന് ആശംസകൾ നേർന്നു. 12ാം ക്ലാസ് സയൻസ് സ്ട്രീമിൽ സിയാൻ സിജു 96.2% സ്കൂൾ ടോപ്പറായി. 95.8% നേടിയ മുനീറ മുസ്തഫ ബവാദും 94.8% മാർക്കോടെ പവൻ കൃഷ്ണകുമാറും 2ാം സ്ഥാനത്താണ്. കൊമേഴ്സ് സ്ട്രീമിൽ ക്ലെമൻ സാമുൽ 89.2% സ്കൂൾ ടോപ്പറായി. 10ാം ക്ലാസ്സിൽ എന്നയ്യ അബ്ദുൾ അസീസ് ഫാറൂഖി 96.8% മാർക്കോടെ ഒന്നാമതെത്തി. പുൽകിത് സിംഗ്ല 96.2%, അർഷൻ സലീം 95.4% നേടി.
പുരപ്പുര സൗരോർജ്ജത്തിന് പാര പണിയുന്ന KCB നിലപാടിനെതിരെ റെഗുലേറ്ററി കമ്മീഷന്റെ തെളിവെടുപ്പിൽ ആഞ്ഞടിച്ച ഉൽപ്പാദകർ. സോളാർ ഉൽപ്പാദകരെ എന്തൊക്കെ വിധത്തിൽ ചൂഷണം ചെയ്യാമെന്ന ഗവേഷണം നടത്തുകയാണ് KCB എന്ന് തെളിവെടുപ്പിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി. പുരപ്പുര സോളാർ പദ്ധതിയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് KCB വാങ്ങുകയും ഉൽപ്പാദന നികുതി വർധനയടക്കം കൂടുതൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധം നിരവധി പേർ ഉന്നയിച്ചു. റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് കരടിലുള്ള രണ്ടാം പൊതു തെളിവെടുപ്പാണ് ബുധനാഴ്ച നടന്നത്. നിലവിലെ ബില്ലിംഗ് രീതിയിൽ മാറ്റമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഉൽപ്പാദകർക്ക് ആശങ്ക വേണ്ടെന്നും കരട് നിർദ്ദേശത്തിൽ മീറ്റിംഗ് രീതികൾ വിശദീകരിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും സംശയങ്ങൾക്ക് കമ്മീഷൻ മറുപടി നൽകി. സോളാർ ഉൽപ്പാദകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമീപനം ഉണ്ടാകാൻ പാടില്ലെന്ന നിലപാടാണുള്ളത്. നിലവിലെ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഭേദഗതി നിർദ്ദേശങ്ങളും തെളിവെടുപ്പും അടക്കം നടപടികൾ പൂർത്തിയാക്കിയിരിക്കും. സോളാർ വൈദ്യുത ഉൽപ്പാദകർക്ക് മുന്നിൽ ഗ്രോസ് മീറ്ററിംഗ് എന്ന സംവിധാനം ഡെമോക്ലീസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുകയാണെന്ന ആശങ്ക ഉൽപ്പാദകർ പങ്കുവച്ചു. എന്നാൽ ഡെമോക്ലീസിന്റെ വാൾ പതിച്ച് ആർക്കും അപകടമുണ്ടായിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു കമ്മീഷൻ ചെയർമാൻ TK ജോസിന്റെ പ്രതികരണം. പുതുതായി സോളാർ സ്ഥാപിക്കാനുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിലും മീറ്ററുകൾ നൽകുന്നതിലും KCB കാട്ടുന്ന അനാസ്ഥയും ചർച്ചയായി. സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനായി സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും KCB കമ്മീഷനെ അറിയിച്ചു. പന്തീരങ്കാവിലെ ഭർതൃവീട്ടിൽ നവവധു ക്രൂരപീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര പിഴവ്. ശരീരമാകെ ഗുരുതര പരിക്കേറ്റ നിലയിൽ യുവതിയെ നേരിട്ട പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനെത്തി പരാതി നൽകിയിട്ടും കേസെടുക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ ആശ്വസിപ്പിച്ചുവിടുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. പിന്നീട് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തപ്പോഴേക്കും വധശ്രമം അടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തിയില്ല. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതടക്കം യുവതി മൊഴി നൽകിയിരുന്നുവെങ്കിലും പോലീസ് ഇത് മുഖവിലക്കെടുക്കാതെ ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചതിനാൽ ഭർത്താവ് രാഹുലിനെതിരെ കേസെടുത്തത്. ഇതാണ് രാഹുൽ രക്ഷപ്പെടാൻ കാരണമായതും. രാഹുലിനോട് പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത സുഹൃത്തിനെ പോലെയാണ് പെരുമാറിയതെന്നും യുവതിയുടെ ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. അതേസമയം വിഷയം ശ്രദ്ധയിൽ വന്നതോടെ സിറ്റി പോലീസ് മേധാവി രാജ്പാൽ മീണ പോലീസിന്റെ വീഴ്ച അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ച വന്നതായും അവർ പറഞ്ഞതിനൊത്തുള്ള കാര്യങ്ങൾ പ്രതിക്കെതിരെ ആദ്യമേ ചുമത്തിയില്ലെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. പിന്നാലെ SHO S സരിന വീഴ്ച പറ്റിയതായി ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് മേധാവി ഉത്തരമേഖല IG K സേതുരാമൻ റിപ്പോർട്ട് നൽകി. തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത്. അതേസമയം കേസിലെ പോലീസിന്റെ അന്വേഷണ വീഴ്ചയ്ക്കെതിരെ മാധ്യമങ്ങളിലടക്കം വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. യുവതിയുടെ കുടുംബത്തിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, DYFI തുടങ്ങിയവരും പോലീസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. കടലുണ്ടിപ്പുഴയുടെ മുന്നിയൂർ കളിയാട്ടമുക്ക് കാര്യാട് കടവ് ഭാഗത്തെ വെള്ളക്കെട്ടിൽ നിൽക്കുന്ന കുഴിയിൽ കുളിച്ച കുട്ടിക്കാണ് അപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ തൊട്ടപ്പുറത്തെ മണ്ണട്ടമ്പാറ അണക്കെട്ടിന്റെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ കാര്യാട് കടവ് പ്രദേശത്ത് മലിനവെള്ളം കുഴികളിൽ കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. കാര്യാട് കടവിന് സമീപം താമസിക്കുന്ന 5 വയസ്സുകാരി മെയ് 10 പുഴയിൽ കുളിച്ചത്. തുടർന്ന് പനിയും തലവേദനയും അനുഭവപ്പെട്ടതിനാൽ ചെമ്മാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ കാണിച്ചെങ്കിലും അസുഖം ഭേദമാകാത്തതിനാൽ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടി അവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഒപ്പം കുളിച്ചിരുന്ന മറ്റ് 4 കുട്ടികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മുന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കെട്ടിനിൽക്കുന്ന പുഴവെള്ളത്തിൽ കുളിച്ചതിനാലാണ് അണുബാധ ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. അതിനാൽ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പുറത്തിറങ്ങാനാവാത്ത വിധം തെരുവ് നായ്ക്കൾ അംഗൻവാടി വളഞ്ഞതിനെ തുടർന്ന് പോലീസ് എത്തി കുട്ടികളെ രക്ഷിച്ചു. തവനൂർ പഞ്ചായത്തിലെ തൃക്കണാപുരം 9-ാം വാർഡിലെ 34-ാം നമ്പർ അംഗൻവാടിയിലാണ് കുട്ടികൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നത്. ബുധനാഴ്ച രാവിലെ 10:30 സംഭവം. അംഗൻവാടിയുടെ മുന്നിൽ നായ്ക്കൾ കുരച്ചുകൊണ്ട് നിലയുറപ്പിക്കുകയായിരുന്നു. ഭക്ഷണവും മറ്റും പുറത്തായതിനാൽ കുട്ടികൾ പ്രയാസത്തിലായി. പഞ്ചായത്തിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഒടുവിൽ കുറ്റിപ്പുറം പോലീസും നാട്ടുകാരും ചേർന്ന് നായ്ക്കളെ തുരത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടികളെ പുറത്തിറക്കി. സംസ്ഥാനത്ത് 3 മാസത്തിനിടെ ഉണ്ടായ വരൾച്ചയിൽ നഷ്ടം 500 കോടിയത്തിലധികം എന്ന് വിലയിരുത്തൽ. 250 കോടിയുടെ ഉൽപ്പാദന നഷ്ടം കൂടി കണക്കാക്കുമ്പോഴാണിത്. 23,569 ഹെക്ടർ കാർഷിക മേഖലയിലാണ് നഷ്ടം. 56,947 കർഷകരെ വരൾച്ച നേരിട്ട് ബാധിച്ചു. പലയിടത്തും 100% കൃഷി നശിച്ചു. വരൾച്ച വിലയിരുത്താൻ കൃഷിവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി P പ്രസാദിന് കൈമാറി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.